ഹായ്. ഒരുപാട് ആൾക്കാർ ഇപ്പം വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. കാരണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ ഡയറക്റ്റായിട്ട് നമ്മൾ എന്തൊക്കെ ടെക്നിക്കാണ് ഓരോ സൈറ്റിലും മാറി മാറി യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് മെല്ലെ മെല്ലെ വീഡിയോ ഇടാമെന്ന് വെച്ച് നിന്നതാണ്. ആക്ച്വലി നമ്മുടെ അക്കൗണ്ട് ആദ്യം ഓൾറെഡി വേറെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അൺഫോർച്യുനേറ്റ്ലി ആ അക്കൗണ്ട് കയ്യിൽ നിന്ന് മിസ്സായി പോയി. എന്നാലും ഞാൻ കുറച്ച് ഷോർട്ടേജസ് ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ്റെ നടുവിലുണ്ടായിട്ടുള്ള. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, ഞാൻ ദീക്ഷിത്. ഓക്കെ, ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കൺസ്ട്രക്ഷനും അതിൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നിക്കും എങ്ങനെയാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തത് എന്നൊക്കെയുള്ള ചോദ്യം ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. നമ്മുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് മുതൽ നമുക്ക് ലൈവായിട്ട് കാണിക്കാം എന്നുള്ളതിനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ നമുക്ക് ഒരുപാട് ഈ റിക്വസ്റ്റ് വരുന്നതിൻ്റെ തുടർന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. സോ നമുക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. ആക്ച്വലി ഈ ക്ലയൻറ്റ് ഓൾറെഡി ഒരു പ്ലാനും അതിൻ്റെ എസ്റ്റിമേഷനും എലിവേഷനും ഒക്കെ ചെയ്തിട്ടാണ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് സമീപിച്ചത്. എന്നിട്ട് അവർക്ക് കൺസ്ട്രക്ഷൻ ആയിരുന്നു ആവശ്യം. ഞാൻ പറഞ്ഞു ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്യാറില്ല, അതായത് ഡിസൈനും കൺസ്ട്രക്ഷനും രണ്ടും കൂടി ഒന്നിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ആണ് എന്നെ ആകെപ്പാടെ കുഴപ്പത്തിലാക്കിയത്. അവരെന്നോട് പറഞ്ഞത് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 20 ലാഖും ഒന്നും കൂടി ചെവിട്ട് 21 വരെ ഉണ്ടാവുന്നതാണ്. പിന്നെ അവരെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത് എന്തായാലും നടക്കാൻ പോകുന്നില്ല, ഇത് ഈ ഒരു ബഡ്ജറ്റിൽ എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ നീ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തരണം. ഈ ക്ലയൻറ്റ് എൻ്റെ അടുത്തൊരു ഫ്രണ്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്തു തരണം എന്നുള്ള ഇതിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഒരു ടോക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണിത്. സോ നമുക്ക് ലോ ബഡ്ജറ്റിൽ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ റിസോഴ്സും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇവിടെ ഒരു മുട്ട് സൂചി കിട്ടിയാൽ വരെ അതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു തോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ സൈറ്റിൽ പോയപ്പോൾ സൈറ്റിലൊരു ചെറിയ കോണ്ടൂറില്ല, ഒരു സൈറ്റിനൊരു ചെറിയൊരു ചെരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റ് ഫസ്റ്റ് ലെവൽ ചെയ്തെടുത്തിട്ട് ആ മണ്ണൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ അകത്തൊക്കെ ഫുൾ ലാറ്ററൈറ്റാണ്. ഈ മണ്ണിൻ്റെ താഴത്തെ ഭാഗം മുഴുവൻ ലാറ്ററൈറ്റാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫൗണ്ടേഷൻ്റെ പിറ്റ് എടുത്തു. ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത സ്ഥലം കണ്ണൂരായതുകൊണ്ട് ഇവിടെ ലാറ്ററൈറ്റ് നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. സോ നമ്മളതിൻ്റെ എൻറ്റയർ സ്ട്രക്ചറിൽ ലാറ്ററൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും ലാറ്ററൈറ്റിൻ്റെ തന്നെ ഈ കട്ടിക്കല്ല് എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. നല്ല ഹാർഡായിട്ടുള്ളൊരു ടൈപ്പാണത്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടൈലൊക്കെ വരുന്നത്. ഈ ക്ലാഡിങ് സ്റ്റോണൊക്കെ വരുന്നത് ഈ കട്ടിക്കല്ല് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോറി ഓണർ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. സോ ഞാൻ അവനായി കണക്ട് ചെയ്തിട്ട് ഈ കട്ടിക്കല്ലിൻ്റെ തന്നെ ഈ കോണൊക്കെ ചെറുതായിട്ട് പൊട്ട് വന്നിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും. അങ്ങനത്തെ സ്റ്റോൺസ് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് വന്നു. അങ്ങനെ അതിൻ്റെ ഫൗണ്ടേഷനും പിന്നെ നമ്മുടെ പ്ലിന്ത് വരെയുള്ള ഭാഗങ്ങൾ ഫുള്ള് ഈ ലാറ്ററൈറ്റ് ലോക്കിംഗ് ടെക്നോളജി വെച്ചിട്ട് ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള ട്രഡീഷണൽ വർക്കേഴ്സിനെ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളിതിന് തറേൻ്റെ മേലെ ബെൽറ്റൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-150 കൊല്ലവും 200 കൊല്ലമൊക്കെ പഴക്കമുള്ള പഴയ തറവാടുകളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അതിനൊന്നും ബെൽറ്റ് അടിച്ചിട്ടല്ല ചെയ്തത്. അതിൻ്റെ ക്യാപ്പില്ലറി റൈസ് വന്നതൊന്നുമല്ല കാരണം. ഈ ക്യാപ്പില്ലറി റൈസ് ഉണ്ടാകുന്നത് ഈ നമ്മൾ താഴേന്ന് മേലോട്ടേക്ക് യൂസ് ചെയ്യുന്ന സ്റ്റോണിൽ വാട്ടർ പാസേജ് കിട്ടുന്ന ടൈപ്പിലുള്ള സ്റ്റോൺ ആകുമ്പോഴാണ് പ്രോബ്ലം വരിക. അതുകൊണ്ടാണ് നമ്മൾ കട്ടിക്കല്ല് യൂസ് ചെയ്തത്. കട്ടിക്കല്ല് താഴെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും, വാട്ടർ അവിടെ ബ്ലോക്ക് ആവും. അതിൻ്റെ തന്നെ ലാറ്ററൈറ്റിൻ്റെ പല ടൈപ്പ് സ്റ്റോണുകളുണ്ട്. ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റോൺസ് അവൈലബിൾ ആണ്.
പിന്നെ ഈ കാപ്പിലറി ആക്ഷൻ്റെ മെയിനായിട്ടുള്ള അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാൾട്ട് കണ്ടൻ്റാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ. സോ നമ്മൾ അവിടെ ഈ തറേൻ്റെ മേലെ ബെൽറ്റ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് വലിയൊരു കോസ്റ്റ് ഒഴിവായി. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ വിൻഡോസ്, ഡോർസ്, ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ വിൻഡോസും സ്റ്റീൽ വിൻഡോസാണ്. അതിൽ വലുതായിട്ട് ചെയ്തിട്ടുള്ള വിൻഡോസൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഓൺ സൈറ്റിൽ നിന്ന് തന്നെ ഡ്രോയിങ് വരച്ചിട്ട് അവിടെ നല്ല സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കോസ്റ്റ് ആ ഭാഗത്ത് തന്നെ കട്ടായി. പിന്നെ ഈ കോംപ്ലാൻ കുടിച്ചിട്ട് ആരും ഹൈറ്റ് വെച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ബ്രാൻഡഡ് സാധനത്തിൻ്റെ പുറകെ നമ്മളുടെ ഈ ഓട്ടം. 10-30 കൊല്ലം ബാക്കോട്ടേക്കുള്ള വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺക്രീറ്റൊക്കെ പൊട്ടിയത് കാണാം. അല്ലാത്തൊരു ഏജുള്ളൊരു കോൺക്രീറ്റിനെ കൊണ്ട് ചെയ്ത് എന്ത് സാധനമായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചെറിയ പൊട്ടലൊക്കെ വന്നത് കാണാം. അപ്പോൾ ഈ നമ്മൾ തറ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ കോൺക്രീറ്റ് ബെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലോഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു സ്കാമാണോ അല്ലെങ്കിൽ നല്ലതാണോ? കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് അടുത്തൊരു ഇതിലെടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു മെയിൻ കോസ്റ്റ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോറിങ്ങിൻ്റെ ഭാഗമാണ്. ഫ്ലോറിങ്ങിന് നമ്മൾ ആദ്യമേ ഒരു ഇത്ര ബഡ്ജറ്റ് എന്നുള്ള ടൈൽസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിവിടെ മാഹിന്ന് നമ്മൾ ഒരു വിചാരിച്ച ഒരു പ്രൈസിൽ തന്നെ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റി. സോ അതിൻ്റെയും ഒരു വലിയൊരു ഭാഗം അവിടെ കട്ടായി. സാനിറ്ററി ഐറ്റംസ് ആയാലും എല്ലാം നമ്മൾ മാഹിന്നാണ് പിക്ക് ചെയ്തത്. മാഹിയിൽ ഈ ടാക്സിൻ്റെ അതൊക്കെ നല്ല വ്യത്യാസമുള്ളതുകൊണ്ട് ആ ഒരു പാർട്ടും നമുക്ക് ഒരുപാട് ഒഴിവായിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. കോൺക്രീറ്റിൽ യൂസ് ചെയ്ത സ്റ്റീലും സിമെൻറ്റൊക്കെ ഏതാണൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്ത സ്റ്റീല് ടാറ്റ സ്റ്റീലാണ്. അതിന് യൂസ് ചെയ്ത സിമെൻറ്റും അൾട്രാടെക്കാണ്. ഈ വിൻഡോസിൻ്റെ അകത്ത് GIൻ്റെ വിൻഡോസ് നമ്മൾ മോൾഡ് ചെയ്തിട്ടുണ്ട് നോക്കില്ലേ, അതുമെല്ലാം ടാറ്റേൻ്റെ പൈപ്പ്സാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ഡോറ്, കട്ടില, ഇങ്ങനത്തെ സാധനമൊക്കെ ഓൾഡ് വുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായത്. വേറെ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിൽ നമ്മൾ GI പ്ലസ് PVC രണ്ടും കൂടി മിക്സഡായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ഭാഗം പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ പറഞ്ഞു, സിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, സാൻഡ് പറഞ്ഞു, പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മിക്സഡ് ആയിട്ടാണ്. അതായത് പി സാൻഡും നമ്മുടെ നോർമൽ സാൻഡും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൽ യൂസ് ചെയ്തത്. നമ്മൾ ടോട്ടലായിട്ട് പി സാൻഡ് യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് നോർമൽ സാൻഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് പ്രോപ്പറായി റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് പ്ലാസ്റ്ററിങ് മുഴുവൻ ചെയ്തത്. നമ്മളതിൽ ഒരു മിനിമൽ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സാധനമൊക്കെ നമ്മൾ അടുത്തുള്ള ഇൻഡസ്ട്രീസിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓവറോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്തപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്ററിങ്ങിന് മുന്നേ വരുന്നത് 11 ആണ് വന്നത് ലാക്ക്. അത് കഴിഞ്ഞിട്ട് ഉള്ള ബാക്കിയാണ് ഈ പറഞ്ഞ, അതും 21 ലാക്ക് ഈ പ്രൊജക്റ്റിലായിട്ടില്ല. 20 ഇതിന് ശരിക്കായിട്ടുള്ളൂ. ഞാനൊരു റൗണ്ട് ഓഫ് ഇട്ടിട്ടാണ് 21 ലാക്ക് എന്ന് പറഞ്ഞത്. സോ എല്ലാവരെയും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ കൂടുതൽ അറിയണ്ടെങ്കിൽ അടുത്ത പറ, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാം. എനിക്കിത് പറഞ്ഞ് പിരാന്തായി.